കൂട്ടുകാരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് അവൻ്റെ അടുത്ത് നിന്നായിരിക്കും സ്മെല്ല്, അവൻ കുളിക്കാറില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ കുളിക്കാറില്ല, അവൻ ചെയ്യാറില്ല. വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യാറുണ്ട്, പറയാറുണ്ട്, അങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. അവൻ കഴിക്കാറുണ്ട്. അത് ഡേ 1 ക്ലാസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത് കാണാതെയാണ് നിങ്ങൾ ഈ ക്ലാസ് കാണാൻ വന്നതെങ്കിൽ നിർബന്ധമായും ദയവ് ചെയ്ത് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. കാരണം അത് കണ്ടാൽ മാത്രമേ ഈ ക്ലാസ് മനസ്സിലാവുകയുള്ളൂ. കാരണം അതിൻ്റെ നെഗറ്റീവ് ഫോമാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, കളിക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, അങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ചെയ്യാറില്ല, അതിൻ്റെ നെഗറ്റീവ്, ചെയ്യാറില്ല, പറയാറില്ല, കുളിക്കാറില്ല, പല്ല് തേക്കാറില്ല, ഓടാറില്ല, ചാടാറില്ല, അങ്ങനെയൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ 2 കാര്യങ്ങളാണ്. ചെയ്യാറുണ്ട്, അതുപോലെ ആണ്, എനിക്ക് ഇഷ്ടമാണ്, ഐ ലൈക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ഐ ലൈക്ക് ചോക്ലേറ്റ്, ഹി ലൈക്സ് ചോക്ലേറ്റ്, അവന് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ആ എസ് വരുന്നതും എസ് വരാത്തതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാറുണ്ട് എന്നതിൻ്റെ നെഗറ്റീവ് ചെയ്യാറില്ല. ഇവിടെ ആണ് എന്നതിൻ്റെ നെഗറ്റീവ് അല്ല, അവന് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ചെയ്യാറില്ല എന്നെങ്ങനെ പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ, വി, യു, ദേ പ്ലൂരൽ വരുമ്പോൾ ഒരു ഫോം, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ മറ്റൊരു ഫോമാണ് വരിക. ഇവിടെ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന് ഐ, വി, യു, വി, ദേ പ്ലൂരൽ വരുമ്പോൾ ഇവിടെ വേർബ് വന്നാൽ മാത്രം മതി. ഇവിടെ ഒരു വേർബ്, ഇപ്പോൾ ലൈക്ക് എന്ന വേർബ്, ഐ ലൈക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവൻ എല്ലാ ദിവസവും പതിവായി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പതിവായി ബനാന കഴിക്കാറുണ്ട്. യു ഈറ്റ് ബനാന എവറിഡേ. എവറിഡേ എന്ന് ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. കാരണം ഇത് ഈ ഫോമിൻ്റെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ അർത്ഥം തന്നെ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും പതിവായി അവന് ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. യു ഈറ്റ് ബനാന എവറിഡേ. വി ഡ്രിങ്ക് മിൽക്ക്, ഞങ്ങൾ പാല് കുടിക്കാറുണ്ട്. അപ്പോൾ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയാൻ പഠിച്ചു. ഇവിടെ വേർബ് ചേർത്താൽ മാത്രം മതി. ഇനി ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വേർബിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി വരും. ചെയ്യാറില്ല, പറയാറില്ല, കരയാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രൊനൗൺസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഡോണ്ട് ചേർക്കും. ഡോണ്ട്, ഡു നോട്ട്. ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. പിന്നെ അതിനുശേഷമാണ് വേർബ് വരിക. ഈ ഫോം നിർബന്ധമായിട്ടും എഴുതി വെക്കുക. നമുക്ക് എക്സാമ്പിൾ സെന്റൻസിലേക്ക് കടക്കാം. നിങ്ങളുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുന്നു, എടാ നാളെ പരീക്ഷയല്ലേ, എന്ത് ചെയ്യും? പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ കളിച്ച് നടക്കുകയായിരുന്നല്ലോ, എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോണ്ട് ആണ് വരുന്നത്. ഐ ഡോണ്ട് തിങ്ക്, ചിന്തിക്കുക. ഇവിടെ വേർബ് ഞാൻ പറഞ്ഞു. ഇവിടെ നേരത്തെ വന്നത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇത് ഉണ്ടാവില്ല. ഐ തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ നിർബന്ധമായും കാണുക. ഇതിപ്പോൾ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. അബൌട്ട് മീൻസ് കുറിച്ച് എന്നുള്ള അർത്ഥമാണ്. ഞാൻ അതിനെക്കുറിച്ച്, ദാറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ ഇവിടെ വരുന്നത് പ്രസന്റ് ഫോം മാത്രമാണ്. ഇവിടെ തിങ്കിന്റെ പ്രസന്റ്, ചിന്തിച്ചു എന്ന് പറയാൻ തോട്ട് എന്നാണ് പറയുക. ഐ ഡോണ്ട് തോട്ട് എന്ന് പറയില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പ്രസന്റ് ടെൻസ് മാത്രമാണ്. ചിന്തിക്കാറില്ല എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലല്ലോ. പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. ഇവിടെ പ്രസന്റ് വേർബാണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ മുന്നിൽ നിന്നും ടീച്ചർ നിങ്ങളെ കളിയാക്കി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, എന്നാൽ നിനക്ക് വിഷമാകുന്നില്ലേ, നിങ്ങൾക്ക് കരഞ്ഞൂടെ, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ധൈര്യസമേതം പറയുകയാണ്, ഞാൻ കരയാറില്ല. നിങ്ങൾ ടീച്ചറുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ കരയാറില്ല. എളുപ്പമാണ്. ഇവിടെ വേർബ് ചേർത്ത് കൊടുക്കുക. കരയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ക്രൈ. ഐ ഡോണ്ട് ക്രൈ. അപ്പോൾ ഞാൻ ചിരിക്കാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ലാഫ്. ഇവിടെ ഏത് വേർബാണ് നിങ്ങൾക്ക് വേണ്ടത്? ചിരിക്കാറില്ല, കരയാറില്ല, പറയാറില്ല. ഐ ഡോണ്ട് സേ, ഞാൻ പറയാറില്ല. ഇവിടെ പ്രസന്റ് ഫോം മാത്രമാണ് വരുന്നത്. അത് ഓർത്ത് വെക്കുക. പാസ്റ്റ് ഫോം എന്ന് ഇവിടെ എഴുതരുത്. കാരണം പാസ്റ്റ് ഫോം പാസ്റ്റിലെ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടി പഠിച്ചു. ഇനി അല്ല എന്ന് വാക്കും, എനിക്ക് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്
ബിരിയാണി, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല. നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയാറുണ്ടാവും, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. യു വരുമ്പോൾ ഡോണ്ട് ആണ് വരുന്നത് നമ്മൾ പഠിച്ചു. യു ഡോണ്ട് ലിസൺ ടു മീ. ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുന്നതിനാണ് ലിസൺ എന്ന് പറയുക. ലിസൺ ടു മീ. മീ എന്ന് പറഞ്ഞാൽ എന്നെ. നിങ്ങൾ എന്നെ ലിസൺ ചെയ്യാറില്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിച്ച് കേൾക്കാറില്ല, എന്നെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറയരുത്. യു ഡോണ്ട് ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അറിയും, ഓ ഭർത്താവ് അങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കും, ഭർത്താവ് ശ്രദ്ധിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണ് 10 മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് കൃത്യം 10 മണിക്ക് എത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ്, പക്ഷെ ഞാൻ 10 മണിക്ക് എത്തിക്കോളാം, പക്ഷെ നീ കറക്റ്റ് സമയത്ത് ഒരിക്കലും വരാറില്ല, നീ കറക്റ്റ് സമയത്ത് എത്താറില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യു ഡോണ്ട് കം ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്, നീ കൃത്യസമയത്ത് എത്താറില്ല. യു ഡോണ്ട് കം ഓൺ ടൈം. ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ സുഖമായി ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് വിളിക്കുകയാണ്, അച്ഛന് ഓർമ്മയില്ല ഞായറാഴ്ചയാണെന്ന്, നിങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ്, വാ എണീക്കടാ സ്കൂളിൽ പോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എണീച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ഞായറാഴ്ച ദിവസം സ്കൂളിൽ പോകാറില്ല. അതെങ്ങനെ പറയും? വി ഡോണ്ട് ഗോ ടു സ്കൂൾ ഓൺ സൺഡേ. ഞങ്ങൾ പോകാറില്ല ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാറില്ല ഓൺ സൺഡേ, ഞായറാഴ്ച ദിവസം. നിങ്ങളുടെ വീട്ടിൽ എണ്ണക്കടികളും പിന്നെ വറുത്ത പലഹാരങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഒരാൾ വന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടില്ല, ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ കഴിക്കാറില്ല, ഞങ്ങൾ ജങ്ക് ഫുഡ്സ് കഴിക്കാറില്ല എന്നെങ്ങനെ പറയും? വി ഡോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ്സ്. വി ഡോണ്ട് ഈറ്റ്, ഞങ്ങൾ കഴിക്കാറില്ല ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സ് ഞങ്ങൾ കഴിക്കാറില്ല. ഒരാൾ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് വീണു. അപ്പോൾ നിങ്ങൾ കുറച്ച് ദൂരെയാണുള്ളത്. ആ ബൈക്കിൽ വീണ ആളുടെ അടുത്ത് കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾ അയാളെ സഹായിക്കാതെ എഴുന്നേറ്റ് പോയി. അപ്പോൾ നിങ്ങൾ ഓടി വന്നിട്ട് അയാളെ സഹായിച്ചു. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അവർ ആരെയും സഹായിക്കാറില്ല. ദേ ഡോണ്ട് ഹെൽപ്പ് അതേഴ്സ്. ദേ ഡോണ്ട് ഹെൽപ്പ്, അവർ സഹായിക്കാറില്ല. അതേഴ്സ്, മറ്റുള്ളവരെ. അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ. നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയൊരു ടീച്ചർ വന്നു, ഒരു കൊമേഡിയൻ ആണ്, വളരെ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ തമാശ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചു, പക്ഷേ കുറച്ച് കുട്ടികൾ, ബാക്ക് ബെഞ്ചിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ഒന്നും ചിരിക്കുന്നില്ല. അപ്പോൾ മാഷിന് വല്ലാത്ത ഡൗട്ട്, അവർ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല? അപ്പോൾ മാഷ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇന്റർവെൽ സമയത്ത്, അവർ എന്തേ ചിരിക്കാത്തത്? ഞാൻ ഇത്ര തമാശ പറഞ്ഞിട്ട് അവരെന്തേ ചിരിക്കാത്തത്? എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, അവർ ചിരിക്കാറില്ല, അവർ ആരോടും അങ്ങനെ ചിരിക്കാറില്ല എന്നെങ്ങനെ പറയും? ദേ ഡോണ്ട് ലാഫ് അറ്റ് എനിവൺ. നിങ്ങൾ സാറിനോട് പറയുകയാണ്, സാറ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ ആരോടും ചിരിക്കാറില്ല. ദേ ഡോണ്ട് ലാഫ്, അവർ ചിരിക്കാറില്ല. അറ്റ് എനിവൺ, അവർ ആരോടും ചിരിക്കാറില്ല. എനിവൺ മീൻസ് ആരോടും എന്നുള്ള അർത്ഥമാണ് വരിക. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ നിങ്ങളുടെ പറമ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പണിക്കാരെ തപ്പി നടക്കുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് വൃത്തിയാക്കിക്കോളാം. പക്ഷെ പറഞ്ഞ ദിവസമായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അവർ പറഞ്ഞ് പറ്റിക്കുമോ? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അവർ ആരെയും മറ്റുള്ളവരെ പറ്റിക്കാറില്ല. ദേ ഡോണ്ട് ചീറ്റ് എനിവൺ, അവർ ആരെയും ചതിക്കാറില്ല. ദേ ഡോണ്ട് ചീറ്റ്, അവർ ചതിക്കാറില്ല. എനിവൺ, ആരെയും അവർ ചതിക്കാറില്ല. ഒരു മഴക്കാലത്ത് ലാസ്റ്റ് പീരീഡ് ആയിരുന്നു PT പീരീഡ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി മഴയത്ത്, നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും മഴയത്ത് ഇറങ്ങിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറെയും കൂടി വിളിക്കുന്നു, സാറേ വരൂ, സാറും കൂടി വരും, മഴയത്തിറങ്ങിയിട്ട് കളിക്കൂ എന്ന് പറയുമ്പോൾ സാറ് പറയുകയാണ്, ടീച്ചേഴ്സ് മഴയത്തിറങ്ങിയിട്ട് കളിക്കാറില്ല എന്നെങ്ങനെ പറയും? ടീച്ചേഴ്സ് എന്നത് പ്ലൂറൽ ആണ്, 2ഓ അതിലധികമോ ആൾക്കാരെയാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഒരാളാണെങ്കിൽ സിംഗുലർ. ടീച്ചേഴ്സ് ഡോണ്ട് പ്ലേ, ടീച്ചേഴ്സ് കളിക്കാറില്ല ഇൻ ദി റെയിൻ, മഴയത്ത് ടീച്ചേഴ്സ് കളിക്കാറില്ല. നിങ്ങളൊരു പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് പീരീഡ്സ് ആയ സമയത്ത് അമ്മ വന്നിട്ട് നിങ്ങൾ വിളിക്കുകയാണ്, മോളെ എഴുന്നേൽക്ക് സ്കൂളിൽ പോണ്ടേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്, പെൺകുട്ടികൾ പീരീഡ്സ് സമയത്ത് പെൺകുട്ടികൾ നേരത്തെ എഴുന്നേൽക്കാറില്ല എന്ന് നിങ്ങളെ അമ്മയെ പറ്റിക്കാൻ വേണ്ടി. നേരത്തെ എഴുന്നേൽക്കാർ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അമ്മയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇവിടെ ഗേൾസ് ഡോണ്ട് വെയ്ക്ക് അപ്പ് ഏർലി, പെൺകുട്ടികൾ എഴുന്നേൽക്കാറില്ല. ഡോണ്ട് വേക്ക് അപ്പ്, എഴുന്നേൽക്കാറില്ല. ഏർലി, നേരത്തെ പെൺകുട്ടികൾ എഴുന്നേൽക്കാറില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പീരീഡ്സ് ഉള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഓൺ ദെയർ പീരീഡ്. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിൽ. ഈ ദേറിനെ കുറിച്ചിട്ടൊക്കെ പ്രൊനൗൺസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഓൺ ദെയർ പീരീഡ്, അവരുടെ ആ പീരീഡ് കാലഘട്ടം സമയത്ത് വേക്കപ്പ് ഏർലി. ദേ ഡു നോട്ട് വേക്കപ്പ് ഏർലി, നേരത്തെ എഴുന്നേൽക്കാറില്ല. ഗേൾസ് ഓൺ ദെയർ പീരീഡ് ഡു നോട്ട് വേക്കപ്പ് ഏർലി, അല്ലെങ്കിൽ ഡോണ്ട് വേക്കപ്പ് ഏർലി.
അവർ പീരീഡ്സ് ഉള്ള സമയത്ത് എഴുന്നേൽക്കാറില്ല എന്ന് നിങ്ങൾ അമ്മയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നിങ്ങളൊരു ആൺകുട്ടിയാണ്, നിങ്ങളൊരു ഡ്രസ് ഷോപ്പിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു സാരിയുടെ കളർ നിങ്ങളുടെ കണ്ണിൽ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ആ സാരി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ, ആ കളർ ഒന്ന് നോക്കുമ്പോൾ അവിടെ സെയിൽസ്മാൻ പറയുകയാണ് ആൺകുട്ടികൾ സാരി ഉടുക്കാറില്ല. എങ്ങനെ പറയും? ബോയ്സ് ഡോണ്ട് വെയർ സാരി. വെയർ എന്ന വാക്കിനർത്ഥം ധരിക്കുക. ബോയ്സ് ഡോണ്ട് വെയർ, ബോയ്സ് ആൺകുട്ടികൾ ധരിക്കാറില്ല സാരി. ആൺകുട്ടികൾ സാരി ധരിക്കാറില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ചെയ്യാറില്ല എന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഈ പ്രൊനൗൺസ് ആണ് വരുന്നതെങ്കിൽ ഡോണ്ട് വന്നതിന് ശേഷമായിരിക്കും വെർബ് വരിക. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ ഫോം നിർബന്ധമായും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനി എപ്പോഴത്തെയും പോലെ ഹി, ഷീ, ഇറ്റ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട്, പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഇവിടെ വേർബ് വന്നതിന് ശേഷം ഒരു എസ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാറില്ല, പറയാറില്ല, കളിക്കാറില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസൻറ്റ്. ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡസിൻറ്റ്. നിങ്ങൾ ഡസിൻ്റെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ആയിട്ട് മുമ്പ് ഓർമ്മയുണ്ടാവും, വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഡസിൻറ്റ് വന്നതിന് ശേഷമായിരിക്കും വേർബ് വരിക. രാത്രി ഉറങ്ങേണ്ട സമയമായിട്ടും നിങ്ങളുടെ റൂമിൽ നിന്ന് ലൈറ്റ് കാണുമ്പോൾ നിങ്ങളുടെ അനിയത്തി അമ്മയോട് വന്നിട്ട് പറഞ്ഞു, ഇതാ ഏട്ടൻ അവിടുന്ന് സിനിമ കാണുകയായിരിക്കും റൂമിനകത്ത് നിന്നിട്ട് ഉറങ്ങാതെ. അപ്പോൾ അമ്മ പറയുകയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്, അവൻ രാത്രിയിൽ സിനിമ കണ്ടിട്ട് ഉറക്ക കളയാറില്ല, അവൻ രാത്രിയിൽ സിനിമ കാണാറില്ല. നമ്മൾ പഠിച്ചു ചെയ്യാറില്ല എന്നൊരു കാര്യം പറയാൻ ഹി വരുമ്പോൾ ഡസിൻ്റ് ആണ് വരുന്നത്. ഹി ഡസിൻ്റ് വാച്ച് മൂവീസ്, അവൻ സിനിമ കാണാറില്ല, മൂവീസ് കാണാറില്ല. ലേറ്റ് അറ്റ് നൈറ്റ്, ലേറ്റ് എന്ന് പറഞ്ഞാൽ നേരം വൈകിട്ട്, രാത്രിയിൽ ലേറ്റ് ആയിട്ട് അവൻ സിനിമ കാണാറില്ല. നിങ്ങളുടെ പുതുതായിട്ട് വന്ന ടീച്ചർ ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ പതിയാണ് ഉത്തരം പറയുന്നത്, വളരെ മെല്ലെ, ആ സാറിന് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, എന്താ നിന്റെ പ്രശ്നം, നീ ഒന്ന് ഇത്ര സംസാരിക്കാറില്ല, നിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അവൻ ഉച്ചത്തിൽ സംസാരിക്കാറില്ല. ഹി ഡസിൻറ്റ് സ്പീക്ക് ലൗഡ്ലി. ഹി ഡസിൻറ്റ് സ്പീക്ക്, അവൻ സംസാരിക്കാറില്ല. ലൗഡ്ലി, അവൻ വളരെ ഉച്ചത്തിൽ. ലൗഡ് മീൻസ് വളരെ ഉച്ചത്തിൽ അവൻ സംസാരിക്കാറില്ല. സാധാരണ പെൺകുട്ടികൾക്ക് മ്യൂസിക് വളരെയധികം ഇഷ്ടമാണ്. കാരണം അവർ ഇയർഫോണൊക്കെ കുത്തിയിട്ട് വാതിലടച്ച് റൂമിനകത്ത് നിന്ന് പാട്ട് കേട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പെൺകുട്ടികളുടെ ഒരു സൈക്കോളജി. സാറിന് എങ്ങനെ അറിയാം എന്ന് ചോദിക്കേണ്ട. ഒരു പെൺകുട്ടികളുടെ ഒരു 90% പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കും. അത് അവരുടെ ഒരു സൈക്കോളജിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു കൂട്ടുകാരുടെ അടുത്ത് നിങ്ങൾ പാട്ട് വെക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നു, ദേ പാട്ട് ഓഫായിക്കോ, അവൾക്ക് മ്യൂസിക് ഇഷ്ടമല്ല. ഷീ ഡസിൻറ്റ് ലൈക്ക് മ്യൂസിക്, അവൾക്ക് മ്യൂസിക് ഇഷ്ടമല്ല. നിങ്ങളൊരു പെൺകുട്ടിയെ അർജന്റായിട്ട് ഫോണിൽ ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അവളുടെ ഒരു കൂട്ടുകാരി മുഖേന, അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല, റിങ് ചെയ്താലും ഫോൺ എടുക്കാറില്ല. ഷീ ഡസിൻറ്റ് ആൻസർ ഫോൺ കോൾസ്, അവൾ ഫോൺ കോൾസ് എടുക്കാറില്ല, അല്ലെങ്കിൽ ഫോൺ കോൾസിന് അവൾ ഉത്തരം നൽകാറില്ല. ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുക എന്നാണ് അർത്ഥം. അവൾ ഫോൺ കോൾസ്, ഫോൺ റിങ് ചെയ്താലും ഉത്തരം റിങ് ചെയ്താലും ആ റിംഗ് ടോൺ കേട്ടിട്ട് അവിടെ ഇരിക്കും എന്നല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾ എത്ര തവണ അവളോട് മിണ്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടും അവളൊന്നും തിരിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണ് അവൾ അപരിചിതരോട്, ആരും അവൾക്ക് അറിയാത്ത ആൾക്കാരോട് അവൾ സംസാരിക്കാറില്ല. ഷീ ഡസിൻറ്റ് ടോക്ക്, അവൾ സംസാരിക്കാറില്ല. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അവൾ ഷീ ഡസിൻറ്റ് ടോക്ക്, അവൾ സംസാരിക്കാറില്ല ടു സ്ട്രേഞ്ചേഴ്സ്. സ്ട്രേഞ്ചേഴ്സ് മീൻസ് അപരിചിതർ. അവൾ അപരിചിതരോട് സംസാരിക്കാറില്ല. നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ലേറ്റായി. അപ്പോൾ അച്ഛനോട് പറയുകയാണ്, അച്ഛൻ എന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സ്കൂട്ടറിൽ ഇരുന്നു. അപ്പോൾ നിങ്ങളും പിറകിലേക്ക് കയറിയിരുന്നു. പക്ഷേ അച്ഛൻ സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ എത്ര ശ്രമിച്ചിട്ടും സ്കൂട്ടർ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് പറയുകയാണ് ഇത് കൃത്യസമയത്ത് ഒരിക്കലും സ്റ്റാർട്ട് ആകാറില്ല. ഇത് എന്ന് പറയുമ്പോൾ ഇറ്റാണ് വരിക, ഇറ്റ് വരുമ്പോൾ ഡസിൻറ്റ് ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചു. ഇറ്റ് ഡസിൻറ്റ് സ്റ്റാർട്ട്, ഇത് സ്റ്റാർട്ട് ആകാറില്ല. ഓൺ ടൈം, കൃത്യസമയത്ത് ഇത് സ്റ്റാർട്ട് ആകാറില്ല. നിങ്ങളൊരു ടൂർ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഇടിയും മഴയും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് വിളിച്ചിട്ട് ചോദിക്കുന്നു ടൂർ ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ? അപ്പോൾ ഇടിയും മഴയും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അതൊരു വിഷയമല്ല. ഇറ്റ് ഡസിൻറ്റ് മാറ്റർ, ഇതൊരു വിഷയമല്ല. ഇവിടെ മാറ്റർ എന്നത് വേർബാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നൗൺ ആണെന്ന്. നൗണുമാണ് വേർബുമാണ്. മാറ്റർ എന്നാൽ വിഷയം എന്നും അർത്ഥമുണ്ട്,
വിഷയമാവുക എന്നും അർത്ഥമുണ്ട്. ഒരു പെർഫ്യൂം കടയിൽ നിന്ന് ആ കടക്കാരൻ ഒരു കിടിലം പെർഫ്യൂം ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സാധനം എടുത്തു തന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ സ്മെല്ല് നല്ലതല്ല എന്നെങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് സ്മെൽ ഗുഡ്. ഇത് നല്ല രീതിയിൽ മണക്കുന്നില്ല, നല്ലതല്ല എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സ്മെൽ എന്ന് പറഞ്ഞാൽ മണക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യാറില്ല എന്ന് പറയുമ്പോഴും അല്ല എന്ന് പറയുമ്പോഴും ഈ ഫോമാണ് ഉപയോഗിക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, പക്ഷെ നിങ്ങൾ എന്തൊരു ആഗ്രഹം പറഞ്ഞാലും അതൊന്നും സാധിപ്പിച്ചു തരാറില്ല. ഒരു സൈക്കിൾ പോലും നിങ്ങൾക്ക് വാങ്ങി തരാറില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ഒരു തവണ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ രാമുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളൊന്നും തള്ളിക്കളയാറില്ല. ഇവിടെ രാമുവിൻ്റെ അച്ഛൻ എന്നത് ഒരാളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിംഗുലർ വരുമ്പോൾ ഹി ഷീ ഇറ്റ്, സിംഗുലർ വരുമ്പോൾ ഡസിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ രാമോസ് ഫാദർ, രാമുവിൻ്റെ അച്ഛൻ, ഡസിൻ്റ് ഇഗ്നോർ. ഇഗ്നോർ മീൻസ് തള്ളിക്കളയുക. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക എന്നതാണ് അർത്ഥം. ഇവിടെ രാമുവിൻ്റെ അച്ഛൻ ഡസിൻ്റ് ഇഗ്നോർ. ഡസിൻ്റ് ഇഗ്നോർ എന്ന് വെച്ചാൽ തള്ളിക്കളയാറില്ല. ഇഗ്നോർ മാത്രം അർത്ഥം തള്ളിക്കളയുക എന്നാണ്. ഡസിൻ്റ് ഇഗ്നോറിൻ്റെ അർത്ഥം തള്ളിക്കളയാറില്ല. ഹിസ്, അവൻ്റെ, ഹിസ് മീൻസ് അവൻ്റെ, അദ്ദേഹത്തിൻ്റെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ, ഈ അച്ഛൻ്റെ, ഹിസ് ചിൽഡ്രൻസ് വിഷസ്. ചിൽഡ്രൻസ് വിഷൻ മീൻസ് രാമു, ഈ അച്ഛൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ രാമുവും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും. ഹിസ് ചിൽഡ്രൻസ് വിഷസ്. രാമുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളൊന്നും തള്ളിക്കളയാറില്ല. രാമൂസ് ഫാദർ ഡസിൻ്റ് ഇഗ്നോർ. രാമുവിൻ്റെ അച്ഛൻ തള്ളിക്കളയാറില്ല. ഹിസ് ചിൽഡ്രൻസ് വിഷസ്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളെ രാമുവിൻ്റെ അച്ഛൻ തള്ളിക്കളയാറില്ല. നിങ്ങൾക്ക് ദീപക് എന്ന കുട്ടിയോട് വല്ലാത്ത ദേഷ്യമുണ്ട്. അവൻ നന്നായി പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. അപ്പോൾ നിങ്ങൾ ടീച്ചറോട് പോയിട്ട് പറയുകയാണ്, അവനോടുള്ള അസൂയ കാരണം എന്നെ ദീപക് കളിയാക്കി, അവൻ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ടീച്ചർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ടീച്ചർക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത് കളവാണെന്ന്. അപ്പോൾ ടീച്ചർ നിങ്ങളോട് പറയുകയാണ്, ദീപക് അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാറില്ല. എങ്ങനെ പറയും? ദീപക് ഡസൻറ്റ് ഹേർട്ട് അതേഴ്സ്. ദീപക് ഹേർട്ട് ചെയ്യാറില്ല, വേദനിപ്പിക്കാറില്ല. ഹേർട്ട് മീൻസ് വേദനിപ്പിക്കുക. ദീപക് വേദനിപ്പിക്കാറില്ല അതേഴ്സ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാറില്ല. അപ്പോൾ ചെയ്യാറില്ല, കരയാറില്ല, പറയാറില്ല എന്നൊക്കെയുള്ള ഫോമുകൾ നമ്മൾ പറയുന്നതിന് ഹി ഷീ ഇറ്റ് സിംഗുലർ ആണെങ്കിൽ ഡസിൻ്റ് ആണ് വരിക. ഡസിൻ്റ് വന്നതിന് ശേഷം വേർബ് വരും. ഐ വി യു ദേ പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ഡോണ്ട് ആണ് വരിക, ഇവിടെ വേർബ് വരും. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ടും കമൻറ്റിലും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് അമ്മാനമാടുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ ഒരു പൂച്ചക്കുട്ടിയാക്കിയിട്ട് മാറ്റിത്തരും. അതിനു വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത സഹകരണം വീണ്ടും തുടരുക. കമൻറ്റ് ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാവണം. വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും. ഓക്കെ, ബൈ.